ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്കുള്ള അഡ്മിഷൻ ബുക്കിങ്ങിന് ഇനി പണം നൽകണം. 30 രൂപയാണ് രോഗികളിൽ നിന്ന് ഈടാക്കുക. സർക്കാർ പ്രസിൽ നിന്ന് അഡ്മിഷൻ ബുക്ക് ലഭിക്കാത്തതാണ് പണം ഈടാക്കാൻ കാരണമെന്നാണ് വിശദീകരണം. മനീഷ് മഹിബാൽ ചേരുന്നു. അഡ്മിഷൻ ബുക്കിനാണ് പണം കൊടുക്കേണ്ടത് കേട്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ ഈ ബുക്ക് എങ്ങനെ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല മനീഷ് മഹിബാൽ. എസ്കേൻ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇങ്ങനെയാണ്. അതായത് ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന ആളുകൾക്ക് ഒരു അഡ്മിഷൻ ബുക്ക് ആശുപത്രിയിൽ നിന്ന് നൽകും. സാധാരണഗതിയിലൊക്കെ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഈ ബുക്ക് സൗജന്യമായി ആ ബുക്കിൽ രേഖപ്പെടുത്തുക എപ്പോഴാണ് അവിടെ അഡ്മിഷൻ എത്തിയത്, എപ്പോഴാണ് അഡ്മിറ്റ് ആയത്, എപ്പോഴാണ് അവർ മടങ്ങിപ്പോകുന്നത്, ഡിസ്ചാർജായി മടങ്ങിപ്പോകുന്നത്, ഡോക്ടർമാർ രേഖപ്പെടുത്തുന്ന മറ്റു വിവരങ്ങളടക്കം ഉള്ള ഒരു അഡ്മിഷൻ ബുക്കാണ്. ഈ ബുക്കിന് നേരത്തെ സൗജന്യമായി സർക്കാർ കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ 30 രൂപ ഈടാക്കുന്നു. അതായത് സാധാരണക്കാരായ ജനങ്ങൾ എത്തുന്ന സ്ഥലമാണ്. മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികളൊക്കെ തന്നെ എത്തുന്ന, ബഹുഭൂരിപക്ഷം എത്തുന്ന ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത്തരത്തിൽ ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രമാണ് ഇന്ന് മുതൽ, അതായത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അബ്ദുൾ സലാം ഇന്ന് 1-ാം തീയതി മുതൽ 30 രൂപ ഈടാക്കുമെന്നാണ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുള്ളത്. ആശുപത്രിയിൽ ഈ രീതിയിൽ ബുക്ക് ലഭിക്കുന്നില്ല. സാധാരണഗതിയിൽ ലഭിക്കുന്നത് സർക്കാർ പ്രസിൽ നിന്നും സൗജന്യമായി ആശുപത്രിയിലെത്തി അത് സൗജന്യമായി തന്നെ ആളുകൾക്ക് വിതരണം ചെയ്തിരുന്നു. ഇപ്പോൾ ആശുപത്രി വികസന സൊസൈറ്റി സ്വന്തമായി ഈ അഡ്മിഷൻ ബുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ ഈ 30 രൂപ ഒരു ബുക്കിന് വില വരുന്നുണ്ട്. ആ 30 രൂപ സാധാരണ ജനങ്ങളിൽ നിന്ന് ഈടാക്കണമെന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുള്ള മെഡിക്കൽ കോളേജാണ്. CT സ്കാൻ പ്രവർത്തനം കഴിഞ്ഞ ദിവസം നിലച്ചു. അത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വീണ്ടും ശരിയായത്. ഒപ്പം തന്നെ ഹൃദയ ശസ്ത്രക്രിയയിൽ പാളിച്ചകൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ സാധാരണക്കാരുടെ ഒരു വലിയ ആശ്രയ കേന്ദ്രമാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സർക്കാർ അനാസ്ഥകൾ ഉണ്ടാകുന്നതും സർക്കാർ സൗജന്യമായി കൊടുക്കുന്ന പലതും അത് സൗജന്യമല്ലാതാക്കി പൈസ ഈടാക്കുന്നതും ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.